Hello everyone. So welcome to second episode of personal branding. So നമ്മൾ ലാസ്റ്റ് സെഷനിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ് ബ്രാൻഡിങ് എന്നുള്ള കോൺസെപ്റ്റ്, എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു പേഴ്സണൽ ബ്രാൻഡിനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട 3 സ്കിൽസ് ആണ്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഓവറോൾ ചാപ്റ്റേഴ്സ് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. മേ ബി പലരും അതിൽ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ഫീൽ വന്നത്. നമുക്ക് അടിപൊളിയായിട്ട് ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ ഇൻ ടു ദിസ് വീഡിയോ. നമ്മൾ പറഞ്ഞു, ഒരു പേഴ്സണൽ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബ്രാൻഡ് പൊസിഷനിങ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതെല്ലാം. സോ ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ആളും ബേസിക്കലി പബ്ലിക്കിലേക്ക് ആ ആൾ എന്താണ് എന്നുള്ളത് എത്തിച്ചു കൊടുക്കുകയാണല്ലോ. അവിടെ നമുക്ക് 3 സ്കിൽസ്, അറ്റ്ലീസ്റ്റ് ഈ ഒരു 3 സ്കിൽസിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്പർ 1, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഏതൊരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളായിരിക്കണം. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക? ഇഷ്ടംപോലെ സെഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലായാലും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് പറഞ്ഞുതരാം. നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ എടുക്കുക, എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുന്ന ഒരു 1 minute വീഡിയോ. ഇതൊരു 40 ഡേയ്സിലേക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളതിനെ കുറിച്ച് ഒരു 1 minute വീഡിയോ എടുക്കുന്നു. ജസ്റ്റ് ക്യാമറ എടുത്തൊരു ജനലിൻ്റെ മുമ്പിൽ വെക്കുന്നു, ഒരു ലൈറ്റൊക്കെ ഉള്ള. അതിന് മുമ്പ് ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നു, ആ വീഡിയോ കട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഒരു 40 ഡേയ്സ് നിങ്ങൾ മുമ്പോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡേയും 40th ഡേയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രാക്ടീസിലൂടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുകയാണ്. അവിടെ നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് പറയാനും അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനും ഉള്ളൊരു കഴിവ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ, അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ യു നീഡ് ടു അക്വയർ ബിഫോർ യു ആർ ഗെറ്റിംഗ് ഇൻ ടു പേഴ്സണൽ ബ്രാൻഡിങ്, അല്ലെങ്കിൽ ഓൺ ദ ഗോ നിങ്ങൾ അക്വയർ ചെയ്ത് വരേണ്ട ഒരു സ്കില്ലാണ്. സോ അത് ക്ലിയർ ആണല്ലോ. രണ്ടാമതായി നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് ആക്ച്വലി അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നല്ലൊരു പേഴ്സണായിട്ട് മാറണം, അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ട് മാറണം ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു പേഴ്സണൽ ബ്രാൻഡിങ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലൊരു പോസിറ്റീവ് വൈബൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൽ അടിപൊളി ആയിക്കൊണ്ട് ആളുകളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി പോവാണ്. അവിടെ നിങ്ങൾ ആസ് എ പേഴ്സൺ അടിപൊളി ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അഗെയിൻ പേഴ്സണാലിറ്റി എന്നുള്ളതും പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരു അടിപൊളിയായിട്ട് വേണ്ട ഒരു സ്കില്ലാണ്. സോ അതും നിങ്ങൾ ആസ് എ പേഴ്സൺ, ആസ് സമൺ ഹൂ ഈസ് ഗെറ്റിംഗ് ഇൻ ടു പേഴ്സണൽ ബ്രാൻഡിങ് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ അക്വയർ ചെയ്തിരിക്കേണ്ട ഒരു സ്കില്ലാണ്. നമ്പർ 3, അപ്സ്കില്ലിങ്. ദാറ്റ് ഈസ് ഏതൊരു ഫീൽഡിലുള്ള ആളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിളായിട്ട്, ഒരു 10 year എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്ററാണെന്ന് വിചാരിക്കാം. എൻ്റെ ബ്രാൻഡ് പൊസിഷനിങ് എന്നുള്ളത് ഒരു ടോപ്പ് മാർക്കറ്ററാണ്. ടോപ്പ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് അടിപൊളിയായിട്ടുള്ള ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള, നല്ല രീതിയിൽ ക്യാമ്പയിൻസ് സക്സസ് ആക്കാൻ കഴിവുള്ള ഒരു ടോപ്പ് മാർക്കറ്ററായിട്ടാണ് ഞാൻ പൊസിഷൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അവിടെ എൻ്റെ സ്കിൽസ് അല്ലെങ്കിൽ എനിക്കുള്ള നോളജ് എപ്പോഴും അപ്സ്കിൽ ചെയ്യാനായിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓരോ തവണയും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകാൻ റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കോട്ട് പോകും. അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള ഫീൽഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഫീൽഡാണെന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ. അത് നമ്മൾ അപ്സ്കിൽ ചെയ്യാനായിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമ്മൾ ആ ഒരു കോമ്പറ്റീഷനിൽ എപ്പോഴും താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്സ്കില്ലിങ് എന്നുള്ളതും
പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ്. സോ ഇത് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പ് സ്കില്ലിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് someone who is getting into personal branding, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു 3 സ്കിൽസിൽ വർക്കൗട്ട് ചെയ്യണം. നെക്സ്റ്റ് സെഷൻസ് മുതൽ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പോകാം. ഏകദേശം ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്, അത് നിങ്ങൾക്ക് ലൈക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, വാട്ട് ഈസ് ബ്രാൻഡ് പൊസിഷനിങ്, വാട്ട് ഈസ് ടാർഗറ്റ് ഓഡിയൻസ്, ആൻഡ് ദെൻ നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു അഡീഷണൽ ഒരു ബോണസ് ടിപ്പും കൂടെ എനിക്ക് തരാനുള്ളത്, എപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന, കൂടുതൽ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ റെഡി ആയിട്ടുള്ള ഒരു ആളായിരിക്കണം. അല്ലെങ്കിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. That's for today. Thank you so much for watching. Make sure you're subscribed and we'll see you in the next video.